ചങ്ങായിമാരെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിന് ഉത്തർപ്രദേശിലെ കാൻവാർ യാത്ര. ഉത്തർപ്രദേശിലെ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ പുണ്യമായിട്ട് കരുതുന്ന കാലാകാലങ്ങളായി നടത്തുന്ന ഒരു യാത്രയാണ് കാവഡ് യാത്ര അഥവാ കാൻവാർ യാത്ര. അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായിട്ട് വമ്പിച്ച ആക്രമണങ്ങളാണ്. ഈ അടുത്ത കാലത്ത് അതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ അടുത്ത കാലത്തായി അതിന്റെ അകത്തേക്ക് സംഘപരിവാറിന്റെ ഹിന്ദുത്വ തീവ്രവാദികൾ കടന്നു വന്നിട്ട് ആ യാത്രയെ പുണ്യമായ ആ യാത്രയെ അലങ്കോലപ്പെടുത്താനും അതിലൂടെ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെതിരെയുള്ള ആക്രമണം നടത്താനുള്ള ഒരു സംഭവമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായുള്ള അക്രമങ്ങളുടെ വാർത്തകൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഘപരിവാറിനെതിരെ സംസാരിക്കാനുള്ള പേടി കൊണ്ട് അതിന്റെ ഒരു വാർത്ത പോലും ഇങ്ങോട്ടേക്ക് വരാറില്ല. പക്ഷെ ആ ആക്രമണത്തിന്റെ എല്ലാം പരിധി ലംഘിച്ചുകൊണ്ട്, എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ഇന്നലെ ഒരു CRPF ജവാന് നേരെ അവിടെ മിർസാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കരമായ ആക്രമണം നടന്നെങ്കിൽ അമ്മാതിരി അടിയാന്ന് ആ പാവം സൈനികന് നേരെ ഈ കാൻവാർ തീർത്ഥാടകർ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘപരിവാർ. അതൊരു ഹിന്ദു തീർത്ഥാടകനോ അല്ല, സംഘപരിവാറിന്റെ വർഗീയത തലക്ക് പിടിച്ച കുറെ ചാണകങ്ങൾ കൂടി ആ പാവം സൈനികനെ അദ്ദേഹത്തിന്റെ മകന്റെ മുന്നിലിട്ടാണ് ക്രൂരമായി ആക്രമിച്ചത്. നമുക്കാദ്യം ആ വീഡിയോ കാണാം. Breaking inputs coming in. In fact, what we are learning is that a group of 7 Kavadiyas have been arrested for allegedly assaulting a Central Reserve Police Force Jawan at the Mirzapur railway station in Uttar Pradesh. The incident occurred when the CRPF Jawan was preparing to board the Brahmaputra mail train. And shocking visuals now on your screen, as you can see play out. These Kavadiyas brutally thrashing that to a CRPF Jawan openly on the platform of the railway station. This CCTV footage of the incident shows this shocking incident of a group of these saffron-clad Kavadiyas attacking and beating up the CRPF personnel. Amit Singh joins me with more inputs. Amit ji, काफी दिल दहलाने वाले विजुअल्स हैं. इस तरह का ट्रीटमेंट जो है वो भी CRPF जवान को दिया जा रहा है. अभी तक क्या एक्शन लिया गया है? देखिए, ये मैटर अभी इन्वेस्टिगेशन में है और जाहिर तौर पे ये ब्रह्मपुत्रा मेल का ये पूरा मामला है, तो लिहाजा आरपीएफ जो है इस मामले को इन्वेस्टिगेट कर रही है, रेलवे पुलिस। और जिस तरीके से ये पूरा मामला निकल कर सामने आया है, मिसबिहेविंग, ब्रूटली कह सकते हैं, सीआरपीएफ जवान के साथ बदसलूकी की बात निकल कर सामने आई है, तो इस बारे में इन्वेस्टिगेशन फिलहाल हो रहा है। और कांवड़ियों को लेकर लगातार तमाम तस्वीरें निकल कर सामने आई है, चाहे वो पश्चिमी उत्तर प्रदेश से हो, चाहे वो कानपुर से हो, और अब मिर्जापुर से निकलकर ये तस्वीरें आई हैं। और हर जगह अगर हम कानपुर की बात करें तो कानपुर में भी कांवड़ियों के खिलाफ FIR दर्ज हुआ। जो भी मिसबिहेव करेगा, जो भी बदसलूकी करेगा, सीएम योगी आदित्यनाथ का साफ निर्देश है कि उसके खिलाफ सख्ती से एक्शन लिया जाएगा। अमित जी, हमें सारी जानकारी देने के लिए बहुत बहुत धन्यवाद। शिफ्टिंग फोकस ओवर टू अदर स्टोरी. അതിന്റെ പേരിൽ 7 ആളെ പിടിച്ചിട്ടുണ്ടല്ലോ. അത് എന്തിനാണ് അവർ ഈ CRPF ജവാനെ ഇത്രമാത്രം ക്രൂരമായി ആക്രമിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട് പോലും. എന്ത് അന്വേഷണം? ഇന്ത്യയുടെ അഭിമാനമായ, നമ്മുടെ എല്ലാം അഭിമാനമായ ഒരു CRPF ജവാനെ ഇങ്ങനെ ആക്രമിച്ചിട്ട് എന്ത് അന്വേഷണം വേണ്ടത്? അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ കാവടി യാത്രക്ക് പോകുന്ന ഈ സംഘപരിവാർ ടീം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ നോക്കി. അത് ചോദ്യം ചെയ്തതാണ് ഈ അക്രമത്തിന്റെ കാരണം. ഈ ഉത്തരേന്ത്യക്കാർക്ക് പിന്നെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുക പറഞ്ഞാൽ അതുപോലത്തെ ഇഷ്ടമില്ലാത്ത പരിപാടി വേറില്ലല്ലോ. ആ അക്രമികൾ നിങ്ങൾ നോക്കിക്കോ, യാതൊരു പ്രശ്നമില്ലാണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പുറത്തിറങ്ങി വരും. കാരണം അവർ ധരിച്ച വസ്ത്രം സംഘപരിവാറിന് ഒരുപാട് ഇഷ്ടമുള്ള കാവി വസ്ത്രമാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നെങ്കിലെന്ന് ആലോചിച്ചട്ടെ. അതിലേതെങ്കിലും ഒരു മുസൽമാൻ ഉണ്ടെങ്കിൽ അവന്റെ വീടിപ്പം JCB ഉപയോഗിച്ച് തകർത്തിട്ടുണ്ടാവും. അവന്റെ കുടുംബക്കാരുടെ വീട് മൊത്തം തകർത്തിട്ടുണ്ടാവും. ഒരാളെ പോലും വെറുതെ വിട്ടിട്ടുണ്ടാവില്ല. പക്ഷെ സംഘപരിവാറിന്റെ സംരക്ഷണയുള്ള ഈ ക്രിമിനലുകൾ ഇന്ത്യക്കാരുടെ അഭിമാനമായ ഇന്ത്യൻ സൈനികനെ വരെ ആക്രമിച്ചാലൊന്നും അവിടെ യാതൊരു പ്രശ്നവുമില്ല. 2-3 ദിവസത്തേക്ക് കുറച്ചൊരു വാർത്തയാക്കും, ഒരക്ഷരം മുന്നാണ്ടും 7 എണ്ണവും പുറത്തിറങ്ങും. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ഇത് കാണിക്ക് ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ നൊട്ടും നുണയും കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് കൊടുക്കാൻ എന്താണ് ഇത്രമാത്രം ഭയം? ഇതൊരു ബ്രേക്കിംഗ് വാർത്തയല്ലേ? ഇന്ത്യൻ സൈനികനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെറ്റ് ഇന്ത്യയിൽ എന്താണുള്ളത്? ഹിന്ദുവിന്റെ പുണ്യമായ കാൻവാർ യാത്രയെ ഇത്രമാത്രം വർഗീയത കലർന്ന യാത്രയാക്കിയിട്ട് ദളിതനെയും മുസ്ലിമിനെയും ആക്രമിച്ച് കഴിഞ്ഞ് മടുത്തിട്ടായിരിക്കും അവർ ഇപ്പോൾ സൈനികന്റെ നേരെ തിരിഞ്ഞിട്ടുള്ളത്. ഈ സംഘപരിവാറിന് എന്ത് സൈന്യം, എന്ത് രാജ്യസ്നേഹം? ഇവർക്ക് വേണ്ടത് വർഗീയതയാണ്. വർഗീയത കലർത്തിയിട്ട് അവരുടെ എതിരാളികളായ എല്ലാവരെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ തന്ത്രം മാത്രമാണ് സംഘപരിവാറിനുള്ളത്. അത് നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ അതിന്റെ പരമോന്നത ലെവലിലെത്തി. എത്രയാണോ എത്തേണ്ടത് അതിന്റെ ഏറ്റവും
ഹൈ ലെവലിലെത്തി. അതാണ് സൈനികന് നേരെ വരെ നടത്തുന്ന ഈ ആക്രമണം. ആ ആക്രമണവും കൊണ്ട് അവരിനി കേരളത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാത്തിരിക്കാം. പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കാണൂല. അവരിപ്പോഴും അവിഹിതത്തിന്റെയും അന്തിച്ചർച്ചയുടെയും പിന്നാലെയായിരിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.